ഞങ്ങൾക്കറിയാം. അപ്പോ അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരൊക്കെ ഭാരവാഹികളൊക്കെ കുറിച്ച് ശ്രീ ബൈജു ഈ വേദിയിൽ വെച്ച് അനുസ്മരിച്ചത് കേട്ടു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ശ്രീ ഭാസ്കരൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച ഒരു പൂരാഘോഷ കമ്മിറ്റി മാത്രമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെ ഇത്രയേറെ വളർത്തിയെടുത്തുകൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ഈ ലോകം മുഴുവൻ, വിശ്വം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നിത്യ ചൈതന്യ ദേവി കുടികൊള്ളുന്ന ഒരു ആശ്രമ സംവിധാനമായി ഈ നാം പറയുന്ന 600 ഏക്കറിലുള്ള ഈ മാടായിക്കാവ് തിരുവനന്തപുരം ക്ഷേത്രം ഇന്ന് ഈ വികസനോന്മുഖമായ നിലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ശക്തികളും സംവിധാനങ്ങളും ഉണ്ട് എന്ന് ഞാൻ അയവർക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ ഈ വേദി അലങ്കരിക്കുന്നത്. അതുപോലെ തന്നെ മാടായിക്കാവ് സംരക്ഷണ സമിതിയുടെ ഒരു പ്രവർത്തനം കൂടിയാണ് ഞാൻ. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമായി സൂചിപ്പിക്കണമെന്നാലും ആരെയും മോശമായി ചിത്രീകരിക്കാറില്ല. പക്ഷേ പ്രിയങ്കരനായ MP നേരത്തെ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം 2019 ഇവിടെ ഈ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് പൂരക്കുളിയുമായി ബന്ധപ്പെട്ട വടുകുന്ന ശിവക്ഷേത്രത്തിലെത്തിയെന്നാണ് നിങ്ങളേവരും കേട്ടിരിക്കും. ഈ വടുകുന്ന ക്ഷേത്രത്തിലേക്ക് ഈ പൂരക്കുളിക്ക് അദ്ദേഹം എത്തിച്ചേരുമ്പോൾ ഈ വടുകുന്ന ക്ഷേത്രത്തിന്റെ അരികിലുള്ള ഈ തടാകം, ഒരിക്കലും പറ്റാത്ത തടാകം ഇന്ന് ഈ മാടായി പാറയിലുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ പതിറ്റാണ്ടുകൾക്കപ്പുറം സമരം ചെയ്ത മാടായി പാറ സംരക്ഷണ സമിതി എന്ന ഒരുപാട് സമര നായകന്മാരുടെ സമരത്തിന്റെ ഭാഗമാണ് വടുകുന്ന ശിവക്ഷേത്രവും ആ കുളവും അവിടെ നിലനിൽക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നാം മനസ്സിലാക്കണം. 600 ഏക്കറയുള്ള ഈ മാടായി പാറയിൽ ഒരു ഭാഗത്ത് പഴയങ്ങാടി ടൗൺ ആണെങ്കിൽ മറുഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു കരയിൽ KCCPL എന്ന് പറയുന്ന ചൈന ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള അവർ ഖനനം മുഴുവൻ ഭൂമിയും ഖനനം ചെയ്താൽ ആ വിശുദ്ധമായ കുളമോ ആ ക്ഷേത്രമോ എവിടെ ഉണ്ടാകില്ല എന്ന് നാം അതുപോലെ തന്നെ എന്റെ ഹ്രസ്വമായ ഭാഷകൾ ശ്രമിക്കുന്ന ഈ ജനതയും ഓർക്കണം. അതുകൊണ്ട് ഏതെങ്കിലും കാരണത്താൽ മാടായിപ്പാറ സംരക്ഷണ സമിതി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കെതിരല്ല, ഭാരതീയ ജനതാ പാർട്ടി വികസന പ്രവർത്തനങ്ങൾക്കെതിരല്ല. ഇത് പറയുന്നത് ഈ 2 സംവിധാനങ്ങളും ഈ കടന്നു വരുന്ന റോഡിന് എതിർപ്പ് നിന്നു എന്നാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമല്ല. ഞങ്ങൾ ഒരു വികസന പ്രവർത്തനത്തിനും എതിരല്ല. പക്ഷേ പ്രകൃതിയുമായി ഇണങ്ങിപ്പോകുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ സംരക്ഷണ സമിതിയും ഭാരതീയ ജനതാ പാർട്ടിയും എപ്പോഴും ഈ ജനതയ്ക്കൊപ്പവും ഈ നവീകരണ സമിതിക്കൊപ്പവും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത മാസങ്ങളിൽ നടക്കാൻ പോകുന്ന പൂരാഘോഷമാണ്. അത് ഞാൻ നിങ്ങളോട് ഒരു വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ 10 ദിവസമായി നടക്കാൻ പോകുന്ന ഈ പൂരമഹോത്സവം ഏത് ഭൂമിയിൽ കൂടെയാണ് കടന്നു വരേണ്ടത്? ഇവിടുത്തെ നമ്മുടെ ശാരീയ സമൂഹം, പത്മശാലിയ സമൂഹം അവർ പൂരക്കളി നടത്താൻ പോകുന്ന സ്ഥലമുണ്ട്. അന്ന് മാടായി കോളേജിന്റെ പിറകിൽ ഞാൻ ദേവസ്വം അധികൃതരോട് സൂചിപ്പിക്കുന്നു, ആ കോട്ടയുടെയും ആ സ്ഥലത്തിന്റെയും അവസ്ഥ എന്താണ്? അവിടെ ഒരാൾക്ക് ഒരു സമയത്ത് നമ്മുടെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു ജനങ്ങൾക്കും പോകാൻ പറ്റാത്തത്ര മലീമസമായിരിക്കുകയാണ്. ആരൊക്കെയാണ് മലീമസമാക്കുന്നത് എന്ന് ഈ വേദിയിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ശേഷം എല്ലാ ദിവസവും പോകുന്ന എഴുന്നള്ളത്ത്, അമ്മയുടെ എഴുന്നള്ളത്ത് തിരിച്ചു വരേണ്ട ഈ പാതയിൽ വരും കാലങ്ങളിൽ 6 മണിക്ക് അല്ലാഹു അക്ബർ വെളിപാടില്ല എന്ന് മാത്രമാണ്. അത് ആ അല്ലാഹു അക്ബർ വിളിയുണ്ടായാൽ അതിനുത്തരവാദി ഈ ഭൂമിയുമായി ഈ റോഡ്
റോഡ് ബന്ധിപ്പിച്ച സംവിധാനം മാത്രമാണ് എന്ന് ഞാൻ ഈ വേളയിൽ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഈ വാതിൽ മാടവും ബലികൽപ്പനയും ഇവിടെ അതിന് അശ്രാന്ത പരിശ്രമം നടത്തിയ മുഴുവൻ അണിയറയിലെ പ്രവർത്തകന്മാർക്കും അതിന്റെ ഭാരവാഹികൾക്കും എന്റെ ഹൃദയത്തിൽ തൊട്ട നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസ അറിയിച്ചതായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ മാടായിക്കാവിന്റെ വാതിൽമാടം സമർപ്പണ ചടങ്ങ് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. മാടായിക്കാവ് ഇനിയും വികസിക്കേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 600 ഏക്കർ ഈ ഭൂമി തിരുവർക്കാട് ഭഗവതിയുടേതാണ്. ആ തിരുവർക്കാട് ഭഗവതിയെ മാടായിക്കാവതിയെ കാണാൻ വരുന്ന ഭക്തർക്ക് ഒരു നല്ല റോഡുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റോഡ് നിർമ്മാണം ഇപ്പൊ MLA ഫണ്ടിൽ 1,42,00,000 രൂപയ്ക്ക് ഇപ്പൊ നടന്നു വരികയും പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പ്രകൃതിയെ മനസ്സിലാക്കി തന്നെയാണ്. അതോടൊപ്പം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇന്ന് തന്നെ നാം കണ്ടതാണ്. കർണാടകയിൽ നിന്നും ഉൾപ്പെടെ നിരവധിയായ വാഹനങ്ങൾ വന്നു. ഭക്തജനങ്ങൾക്ക് ഈ സ്വത്തിന്റെ എല്ലാം ഉടമയായ തിരുവർക്കാട് ഭഗവതി, അതാണ് മൈനർ ആയതുകൊണ്ടാണല്ലോ അതിൽ ചുമതലക്കാർ. അപ്പോ ഈ കാവിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡിനെ പ്രകൃതിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നിർവഹിക്കുന്നത്. പ്രകൃതിയും സംരക്ഷിക്കണം, അതോടൊപ്പം വികസനവും ഉണ്ടാകണം. തീർച്ചയായും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മാടായിക്കാവിലേക്കുള്ള ഈ റോഡും വികസനവും ഒക്കെ നടത്തുന്നത്. അതിൽ നമുക്കറിയാം ചിലർ അതിനെതിരെ കേസും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഇങ്ങനെ അനന്തമായി. നമ്മുടെ സ്വപ്നമായിരുന്നു ഇന്ന് ആ റോഡ് പൂർത്തീകരിക്കുന്നുള്ളത്. ഇത് യാഥാർത്ഥ്യമായില്ല, ഇന്നത്തേക്കായില്ല. എങ്കിലും പൂരമഹോത്സവമാകുമ്പോഴേക്കെങ്കിലും ഈ റോഡ്, ഈ സൗകര്യം അതുണ്ടാകണം. ഈ 600 ഏക്കറിൽ കേവലം 500 മീറ്റർ, അതും 8.5 മീറ്റർ വീതിയിലാണ് ആകെ റോഡ് നടക്കുന്നത്. അത് തീർച്ചയായും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടായിരിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നശിപ്പിക്കൽ നേരത്തെ തന്നെ ഏതാണ്ട് 6 മീറ്റർ ഉണ്ടായിരുന്നു, 2.5 മീറ്ററാണ് അധികം വരുന്നത്. അത് പ്രകൃതി നശിപ്പിച്ചുകൊണ്ടല്ല, ആ റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. ഈ മാടായിക്കാവിന് ഒരു വലിയ ചരിത്രമുണ്ട്. അത് മതനിരപേക്ഷതയുടെ ചരിത്രം. ഈ നാട് മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതിമത ഭേദമന്യേ സ്നേഹവും സൗഹൃദവും പങ്കുവച്ച ഒരു ചരിത്രം ലോകത്തോട് പങ്കുവെക്കുന്ന നാടിന്റെ പേരാണ് മാടായി. ആ ചരിത്രത്തോട് ചേർത്ത് നിൽക്കുന്ന മാടായിക്കാവ്, അതോടൊപ്പം തന്നെ മറ്റാരാധനാലയങ്ങൾ, ആ മതനിരപേക്ഷതയെ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. മാടായിക്കാവും ഈ മാടായിപ്പാറയുമല്ല ആ സന്ദേശമാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, മാനവികതയാകട്ടെ, സ്നേഹമാകട്ടെ, കാരുണ്യമാകട്ടെ, ലോകത്തിലെ എല്ലാ മതങ്ങളും നമ്മോട് പങ്കുവെക്കുന്നത്. ലോകോ സമത്വ സുഖിനോ ഭവന്തു എന്ന് ഭഗവത്ഗീത നമ്മോട് പങ്കുവച്ചതും, നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നത് അത് തെറ്റാണ് എന്ന് പങ്കുവെച്ച് വിശുദ്ധ ഖുർആനായാലും ഭഗവത്ഗീതയായാലും ബൈബിളായാലും എല്ലാം ഉയർത്തിപ്പിടിച്ചത് മാനവികതയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. ആ സ്നേഹത്തെ, കാരുണ്യത്തെ, ആ ചരിത്രത്തെ നമുക്ക് നെഞ്ചേറ്റാം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട്